മഹീന്ദ്രയുടെ ഒരു താറുണ്ട്, അതുപോലെ തന്നെ മഹീന്ദ്രയുടെ XUV കിടക്കുന്നുണ്ട്. ഇന്റീരിയർ എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത്രയധികം വണ്ടികൾ ഇവിടെ ഉള്ളത് കൊണ്ടിട്ട് നമ്മുടെ മഹീന്ദ്രയുടെ XUV ആണ് മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ. ഇത് ഞാൻ പരിചയപ്പെടുത്താൻ പോണതിൽ കൂടുതലായിട്ട് എൻക്വയറി വരുന്നൊരു ഹായ് എവരിവൺ, ഇറ്റ്സ് മിലിച്ചസ് കൊച്ചിക്കാരി എച്ചൈറ്റി. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ എറണാകുളത്തുള്ള പെരുമ്പാവൂരിന് അടുത്തായിട്ട് വരുന്ന പെരുമ്പാവൂർ കാസ് യൂസ്ഡ് കാർ ഷോറൂമിലാണ്. അപ്പോൾ ഇന്നിവിടെ നമുക്ക് ഒരുപാട് കാസിൻ്റെ കളക്ഷൻസ് ഒക്കെ ഉണ്ട്, കുറേ താറൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ പെരുമ്പാവൂർ കാർ യൂസ്ഡ് കാർ ഷോറൂമിലെ വണ്ടികളുടെ ഡീറ്റെയിൽസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവർ ഉണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യാവുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഗൈസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇന്നത്തെ നമ്മുടെ പെരുമ്പാവൂർ കാസിൻ്റെ ഓരോ ഡീറ്റെയിൽസ് പറഞ്ഞു തരാനായിട്ട് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ പെരുമ്പാവൂർ കാസിൻ്റെ ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള നമ്മുടെ വിഷ്ണു ചേട്ടനാണ്. ഹായ് വിഷ്ണു ചേട്ടാ. ഓക്കെ, ഇവിടെ എത്ര നാളായി ഒരു ഷോറൂം സ്റ്റാർട്ട് ചെയ്തിട്ട്? ഇപ്പോൾ 5 വർഷത്തോളമായി. ഇപ്പൊ ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ഒരു വർഷത്തോളമായി. ഓക്കെ, എങ്ങനെയുണ്ട് ഇവിടുത്തെ സെയിൽ കാര്യങ്ങളൊക്കെ? ഓക്കെ, നമുക്ക് ഇത് കൂടാതെ ഓൺലൈൻ സെയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലേ? ഓക്കെ, ഇവിടെ ഏതൊക്കെ ഫിനാൻസ് ആണ് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് കോട്ടക് മഹീന്ദ്ര, ഇൻഡസ്ഇൻഡ് ബാങ്ക് തുടങ്ങി ബാങ്കുകളൊക്കെ ചെയ്യുന്നതാണ്. ഓക്കെ, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഇവിടെ സാധാരണ ചോദിക്കാറ്? അവർ ചോദിക്കണത് ആധാർ കാർഡ്, പാൻ കാർഡ്, കറടച്ച രസീത്, ചെക്ക് ലീഫ്, അങ്ങനത്തെ ഡോക്യുമെന്റ്സ് ഒക്കെയാണ് സാധാരണയായിട്ട് ചോദിക്കാറല്ലേ? ഓക്കെ, അപ്പോൾ ഫ്രണ്ടിൽ തന്നെ ഇവിടെ നമുക്ക് എൻ്റെ ബാക്കിലായിട്ട് മഹീന്ദ്രയുടെ ഒരു താറുണ്ട്, അതുപോലെ തന്നെ മഹീന്ദ്രയുടെ XUV കിടക്കുന്നുണ്ട്. അതുകൂടാതെ അവിടെയൊക്കെ നമുക്ക് സ്കോർപിയോ, പിന്നെ അതുപോലെ തന്നെ ഇക്കോയൊക്കെ ഇരിക്കുന്നുണ്ട്, പിന്നെ ഓമിനി, ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ. അപ്പം നമ്മൾ എന്തായാലും ഞാൻ ഇനി വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് എന്തായാലും വണ്ടികളുടെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം ഗൈസ്. അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഫോർഡിൻ്റെ എക്കോ സ്പോർട്ടിൽ നിന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാം. ഇത് ഏത് മോഡലാണ്? ഇത് 2013 റൺ ലൈൻ ഒരു ഓപ്ഷനാണ്. 140 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എത്രയാണ്? 140 കിലോമീറ്റർ അല്ലേ? ഓക്കെ, കമ്പനി സർവീസ് വണ്ടിയാണ്. വില ചോദിക്കണ 385 വില ചോദിക്കണം. 385. ഓക്കെ, അപ്പൊ എത്ര രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചെടുക്കാൻ പറ്റും? 3 to 3.25 വരെ ലോൺ ചെയ്യാം. 3 to 3.25 വരെ ലോൺ ചെയ്യാം അല്ലേ? ഓക്കെ ഓക്കെ, 43 രജിസ്ട്രേഷൻ ആണ്. ഓക്കെ, ഫുള്ള് കമ്പനി സർവീസ് കാര്യങ്ങളാണല്ലോ ചെയ്തേക്കുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ പരിചയപ്പെടുത്താൻ പോണത് നമ്മുടെ മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ആണ്. ഇത് ഏത് മോഡലാണ്? ഇത് 2018 മോഡൽ. പെട്രോൾ ആണ്. പെട്രോൾ. ഓക്കെ, പെട്രോൾ VXI ഓപ്ഷൻ. 34,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 34,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയേക്കുന്നത്. ഓക്കെ, ഇപ്പൊ നിലവിൽ രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് നിൽക്കുന്നത്. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഓക്കെ ഓക്കെ, ഇത് 34,000 കമ്പനി സർവീസ് ആണ്. സർവീസ് കാര്യങ്ങളെല്ലാം കമ്പനി സർവീസ് ആണ് ചെയ്തേക്കുന്നത് അല്ലേ? ഓക്കെ, എത്രയാണ് നിങ്ങളുടെ വില? എത്രയാണ്? 590 ആണ് ചോദിക്കുന്ന വില. 590. എത്ര രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചെടുക്കാൻ പറ്റും നമുക്ക്? നമുക്കിതൊരു 50 രൂപ റേഞ്ചിൽ ഇറക്കാം. 5 to 5.25. 5 to 5.25. ഓക്കെ, 75 രൂപ റേഞ്ചിൽ ഇറക്കാം. 50. എത്ര ഡൗൺ പേയ്മെന്റ് പറഞ്ഞത്? ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി. ഓക്കെ ഓക്കെ, 42 രജിസ്ട്രേഷൻ ആണല്ലേ? ഓക്കെ, അടുത്തത് ഹുണ്ടായിയുടെ i20 ആണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. കോഫി ലവർ എന്നൊക്കെ പറഞ്ഞ പേര് എഴുതിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, KL 38 രജിസ്ട്രേഷൻ. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇത് ഏത് മോഡലാണ്? 2012 മോഡൽ അല്ലേ? ഓക്കെ, ഇത് 1.15 ഓടിയിട്ടുണ്ട്. 1,15,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി അല്ലേ? ഓക്കെ, ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? ഓക്കെ, എത്രയാണ് നിങ്ങൾ ചോദിക്കുന്നത്? 260 ആണ് വില ചോദിക്കുന്നത്. ഓക്കെ, ഓണർഷിപ്പ് ഏതാണ്? സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ? ഓക്കെ, അത്യാവശ്യം നല്ല ഗുഡ് കണ്ടീഷൻ ആയിട്ടാണ്. നമ്മളുടെ ഈ ഷോറൂമിന്റെ ഫ്രണ്ടിലായിട്ടൊരു തോട് വരുന്നുണ്ട്. അതുകൊണ്ടിട്ടാണ് നമ്മൾ ഇവിടെ നിന്നാണ് റോഡ് സൈഡിൽ നിന്നിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പുറത്തായിട്ടാണ് ഈ എന്താ പറയുക, തോടിൻ്റെ അപ്പുറത്തായിട്ടാണ് കാറൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മാത്രമേ കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ. ഇവിടെ നോക്കിയിട്ട് നമുക്ക് അത്യാവശ്യം നല്ല ഗുഡ് ക്വാളിറ്റിയോടുകൂടി തന്നെയാണ് വണ്ടി കിടക്കുന്നതൊക്കെ, നീറ്റാണ്. അതുപോലെ തന്നെ ടയേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു 40% ആണ് ടയർ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അടുത്ത നമ്മൾ വീണ്ടും ഒരു ഹുണ്ടായിയുടെ i20 ആണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. KL 02 രജിസ്ട്രേഷൻ ആണ്, കൊല്ലം രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന്. ഇത് ഏത് മോഡലാണ്? 2010 മോഡൽ അല്ലേ? 1.15 കിലോമീറ്റർ. 1.15.
ഓക്കെ. കിലോമീറ്റർ 1,15,000 ആണ് ഓടിയിരിക്കുന്നത്. ഓണർഷിപ്പ് ഏതാണ്? സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ? ഓക്കെ. ഇത് ഏതാണ് വേരിയന്റ്? ഡീസലാണോ പെട്രോളാണോ? ഡീസൽ വേരിയന്റ് ആണല്ലേ? ഓക്കെ. എത്രയാണ് നിങ്ങൾ ചോദിക്കുന്ന വില? എത്രയാണ് ചോദിക്കുന്ന വില? 2.4. ഓക്കെ. അപ്പൊ എത്ര ലോൺ ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ ഓക്കെ. അടുത്തത് നമ്മൾ പരിചയപ്പെടുത്താൻ പോണത് നമ്മുടെ മഹീന്ദ്രയുടെ താറാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയും. ഇത് ഏത് മോഡലാണ്? 2014 മോഡൽ അല്ലേ? ഓക്കെ. 2014 മോഡൽ. 4x4 ആണ്. ഓക്കെ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ ഓടിയിരിക്കുന്നത് 67 അല്ലേ? 65. ഓക്കെ. 65 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. ഓക്കെ. എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? ഓക്കെ. ഫോഗ് ലാംപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? ഓക്കെ. എത്ര ഓണർഷിപ്പ്? എത്രയാണ്? സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ? ഓക്കെ. എത്രയാണ് നിങ്ങൾ ചോദിക്കുന്ന വില? 6.4. ഓക്കെ. എത്ര രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും? 4.5 to 5.5 വരെ ലോൺ ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ. അത്യാവശ്യം നല്ല നീറ്റാണ് വണ്ടി. KL17 രജിസ്ട്രേഷൻ വണ്ടിയാണിത്. കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ. നമ്മുടെ മഹീന്ദ്രയുടെ XUV ആണ്. KL13 രജിസ്ട്രേഷൻ XUV ആണിത്. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന്. ഇത് ഏത് മോഡലാണ്? ഇത് 2018 500. ഓക്കെ. ഫാൻസി നമ്പർ ആണ്. 500 തന്നെയാണ് നമ്മളുടെ വണ്ടി. XUV 500 ആണ്. അതുപോലെ തന്നെയുള്ള രജിസ്ട്രേഷൻ ആണ് KL13G 500. W5 ആണ്. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്നു. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 40,000 കിലോമീറ്റർ കമ്പനി സർവീസ്. ഓക്കെ. ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ഉണ്ടല്ലേ? 11 ലക്ഷം രൂപയാണ് വില ചോദിക്കുന്നത്. 11 ലക്ഷം രൂപ അല്ലേ? എത്ര വരെ നമുക്ക് ചെയ്യാൻ പറ്റും? 10 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാം. 10 ലക്ഷം രൂപ വരെ. ഓക്കെ ഓക്കെ. നമുക്ക് നെഗോഷ്യബിൾ കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ വരുമ്പോഴത്തേക്ക്. ഓക്കെ. നിങ്ങൾ ചോദിക്കുന്ന വിലയാണ് നമ്മൾ പറയുന്നത് അല്ലേ നിങ്ങൾ? ഓക്കെ. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് നെഗോഷ്യബിൾ കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. ഓക്കെ. അടുത്തത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ മാരുതി സുസുക്കിയുടെ ഇക്കോ എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടിയാണ്. നമ്മൾ നേരത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ മാരുതി സുസുക്കിയുടെ ഇക്കോയാണ്. KL17 രജിസ്ട്രേഷൻ ആണ്. 3 രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാമോ? ഈ വണ്ടി 2010 മോഡൽ. 2010 മോഡൽ അല്ലേ? 90,000 കിലോമീറ്റർ ഓടിയിരിക്കുന്നു. ലൈഫ് ടാക്സ് വണ്ടിയാണ്. ഓക്കെ. രണ്ടാമത്തെ ഓണർഷിപ്പിൽ നിൽക്കുന്നു. സെക്കൻഡ് ഓണർഷിപ്പ് ആണല്ലേ? വില ചോദിക്കുന്നത് 1.95. എത്ര ഡൗൺ പേയ്മെന്റ് അടച്ചെടുക്കാൻ പറ്റും ഇത്? നമുക്കിതൊരു 1 രൂപ ലോൺ ചെയ്യാം. 1 രൂപ വരെ 1 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാം. ഓക്കെ. അടുത്തത് നമ്മൾ പരിചയപ്പെടുത്താൻ പോണത് വീണ്ടും മാരുതി സുസുക്കിയുടെ തന്നെ ഒരു ഇക്കോയാണ്. KL05 രജിസ്ട്രേഷൻ ആണ്. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാമോ? 2011 മോഡൽ അല്ലേ? ഓക്കെ. 95,000 കിലോമീറ്റർ ഓടിയിരിക്കുന്നു. ഓണർഷിപ്പ് ലൈഫ് ടാക്സ് തന്നെയാണ്. ഓണർഷിപ്പ് രണ്ടാമത്തേൽ നിൽക്കുന്നു. സെക്കൻഡ് ഓണർഷിപ്പ് ആണല്ലേ? ഓക്കെ. 2.10 വില ചോദിക്കണം. 2.10. ഓക്കെ. ഏകദേശം എത്ര രൂപ വരെ കടക്കേണ്ടി വരും? ഡൗൺ പേയ്മെന്റ് ലോൺ ചെയ്യാം അല്ലേ? നമുക്ക് ഇന്റീരിയർ എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം അത്രയധികം വണ്ടികൾ ഇവിടെ ഉള്ളത് കൊണ്ടിട്ട് നമുക്ക് ഇന്റീരിയർ എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആവശ്യക്കാരെങ്കിലും തന്നെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇന്റീരിയറിൻ്റെ ഫോട്ടോസും കൂടെ ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിൽ ഞാൻ അയച്ചു തരാം. അടുത്തത് നമ്മൾ പരിചയപ്പെടുത്താൻ പോണത് നമ്മുടെ മാരുതി സുസുക്കിയുടെ ഒമിനിയാണ്. KL32 രജിസ്ട്രേഷൻ വണ്ടിയാണ്. ചേർത്തല രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാമോ? 2014 മോഡൽ. 8 സീറ്റർ വണ്ടിയാണ്. ഓക്കെ. ലൈഫ് ടാക്സ് ആണ്. രണ്ടാമത്തെ ഓണർഷിപ്പിൽ ഇപ്പോൾ നിൽക്കുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി? കിലോമീറ്റർ എടുത്ത് കിടക്കുന്നത് 85 കിടക്കണം. 85 അല്ലേ? ഓക്കെ. 85,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ 1.25 ലക്ഷം രൂപ വില ചോദിക്കും. 1.25. ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ അല്ലേ? ഓക്കെ. 1.25. അപ്പോൾ എത്ര വരെ നമുക്ക് ഡൗൺ പേയ്മെന്റ് അടക്കാൻ പറ്റും? ഇത് ലോൺ അവൈലബിൾ അല്ല. ലോൺ അവൈലബിൾ 2010 വണ്ടിയാണല്ലേ? സോറി, 2010 മോഡൽ വണ്ടികൾക്ക് നമുക്ക് ലോൺ അവൈലബിൾ അല്ല. അപ്പോൾ ഏകദേശം ഒരു എത്രയാണ് ചോദിക്കുന്നത്? 1.25 അടച്ച് തന്നെ വണ്ടി എടുക്കണം അല്ലേ? ഓക്കെ. അടുത്തത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ മഹീന്ദ്രയുടെ സ്കോർപിയോയാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാം കേട്ടോ. സ്കോർപിയോ 2010 മോഡൽ നോക്കാണ്. ഓക്കെ. ഇത് 1,08,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. മൂന്നാമത്തെ ഓണർഷിപ്പിൽ നിൽക്കണം. ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ഉണ്ടോ? കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. എത്രയാണ് നിങ്ങൾ ചോദിക്കുന്നത്? 3,40,000 നമ്മൾ വില ചോദിക്കുന്നത്. 3,40,000 ചോദിക്കുന്നത് അല്ലേ? 2010 ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഓക്കെ. നമുക്ക് ലോൺ കാര്യങ്ങളൊന്നും കിട്ടില്ല. 2010 മോഡൽ ആയതുകൊണ്ട് ഫുൾ പേയ്മെന്റ് അടച്ച് തന്നെ വണ്ടി എടുക്കേണ്ടി വരും. KL02 രജിസ്ട്രേഷൻ ആണ്. ഒരു റെഡ് കളർ സ്കോർപിയോയാണ്. അലോയ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലേ? ഓക്കെ.
അടുത്തത് ഞാൻ പരിചയപ്പെടുത്താൻ പോണത് എനിക്ക് കൂടുതലായിട്ട് എൻക്വയറി വരുന്നൊരു വണ്ടിയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ടൊയോട്ടയുടെ ഇന്നോവ എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടി. അപ്പോൾ KL07 രജിസ്ട്രേഷൻ ആണ്, 2011 മോഡൽ വണ്ടിയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാമോ? ഇത് 2011 മോഡൽ ഇന്നോവ G4. ഒറിജിനൽ കേരളയാണ്. ഓക്കെ. 150 കമ്പനി സർവീസ്. ഓക്കെ. രണ്ടാമത്തെ ഓണർഷിപ്പിൽ നിൽക്കുന്നു. സെക്കൻഡ് ഓണർഷിപ്പ് ആണല്ലേ? ഓക്കെ. എത്രയാണ് നിങ്ങൾ ചോദിക്കുന്ന വില? എത്രയാണ് വില ചോദിക്കുന്നത്? 6.35, 6,35,000 ആണ് ചോദിക്കുന്ന വില അല്ലേ? ഓക്കെ. ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ഉണ്ടോ? ഓക്കെ. ഇത് നമുക്ക് 5 രൂപ ലോൺ ചെയ്യാം. 5 രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാം. ഓക്കെ. വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ. ഇന്റീരിയർ വേരിയന്റ് ഏതായിരുന്നു? G4 അല്ലേ? ഓക്കെ. KL07 BQ രജിസ്ട്രേഷൻ ആണ്. അത്യാവശ്യം നല്ല കണ്ടീഷനാണ് കേട്ടോ വണ്ടി. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇന്റീരിയർ ഒക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. ഇന്റീരിയർ വലിയ പ്രശ്നമില്ല. 2011 മോഡൽ ഇന്നോവയാണ്. അതിൻ്റെ ആ ഒരു കാലപ്പഴക്കത്തിൻ്റെ ഒരു ഇത് നമുക്ക് ഫീൽ ശരിക്കും തോന്നിക്കുന്നില്ല. അത്യാവശ്യം നല്ല കണ്ടീഷനിൽ തന്നെയാണ്. പിന്നെ ഈ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് ആ ഒരു ക്ലോത്തിൻ്റെ ഒരു ഇത് പോയിട്ടുണ്ട്. പക്ഷെ വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. ഇൻറ്റീരിയർ നല്ല നീറ്റാണ്. സീറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ എനിക്കൊന്ന് പുതിയ സീറ്റ് കവർ കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നു. നല്ല അത്യാവശ്യം നല്ല ലെതർ കൂടിയായിട്ടുള്ള ഒരു സീറ്റ് കവർ കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. അടുത്തതായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ പോണത് നമ്മുടെ മഹീന്ദ്രയുടെ ബൊലേറോയാണ്. അത്യാവശ്യം കുറച്ച് രീതിയിൽ മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ടയർ കാര്യങ്ങളൊക്കെ ചാടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാം കേട്ടോ. 2011 മോഡൽ വണ്ടി അല്ലേ? ഓക്കെ. 110 കിലോമീറ്റർ. വില ചോദിക്കുന്നത് 3.25 രൂപ. 3.75 വില ചോദിക്കുന്നത്. ഓക്കെ. 3,75,000 ചോദിക്കുന്നത് അല്ലേ? ലോൺ ചെയ്യാം. ഓക്കെ. KL05 രജിസ്ട്രേഷൻ ആണ്. നമുക്ക് എന്തായാലും ഇതിന്റെ ഇന്റീരിയർ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഡീസലാണ് വണ്ടി. അത്യാവശ്യം നല്ല ക്ലീൻ ആണ് കേട്ടോ വണ്ടിയുടെ സീറ്റും കാര്യങ്ങളൊക്കെ. ഇത് 2011 മോഡലാണ്. ഓക്കെ. അതിൻ്റെ ആ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാലപ്പഴക്കം നമുക്ക് തോന്നുന്നില്ല കേട്ടോ. വണ്ടി നല്ല നീറ്റാണ്. ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി സീറ്റ് കാര്യങ്ങളൊക്കെയാണ്. ഒരു ക്രീമും അതുപോലെ തന്നെ ഒരു ബ്രൗൺ കളർ സീറ്റ് കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഗൈസ്, അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു ഷോറൂമിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇന്ന് നമ്മൾ കുറച്ച് വണ്ടി മാത്രമേ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ, കാരണം ഒരുപാട് വണ്ടികളുണ്ട്. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്തായി പോകുന്നതുകൊണ്ട് നമ്മൾ അടുത്ത പാർട്ടായിട്ട് നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഷോറൂമിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ അതിലേക്കൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഇറ്റ്സ് മി ലിച്ചസ് കൊച്ചിക്കാരി. ബൈ.